ഇന്ന് സ്മാക്ഡൗൺ സീസൺ പ്രീമിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ആദ്യം നടന്നത്. അതും സ്റ്റീൽ കേജ് മാച്ചായിട്ട് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കാവ ഇവർക്കാണ് ഈ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിന്റെ റിവ്യൂ നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് USA നെറ്റ്വർക്ക് 5 വർഷത്തിന് ശേഷം WWE സ്മാക്ഡൗൺ ടെലികാസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഷോ ആയിരുന്നു ഇന്ന്. അതുപോലെ തന്നെ ഇന്നത്തെ സ്മാക്ഡൗൺ സീസൺ പ്രീമിയറിന്റെ ആദ്യ 30 മിനിറ്റ് ആഡ് ഫ്രീ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇടയ്ക്ക് പരസ്യമൊന്നും വന്ന് നമ്മളെ ശല്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. മാച്ച് നോക്കുകയാണെങ്കിൽ മാച്ചും അടിപൊളി മാച്ചാണ്. രണ്ടുപേരുടെയും പെർഫോമൻസ്, രണ്ടുപേരും നന്നായി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് കോഡി കട്ടർ അതുപോലെ തന്നെ ക്രോസ് റോഡ്സ് എല്ലാം കൊടുത്തുവെങ്കിലും സോളോ സിക്കാവ അതെല്ലാം കിക്ക് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ കേജിന്റെ മുകളിൽ കയറി കോഡി റോഡ്സ് എസ്കേപ്പ് ആകാൻ പോകുന്ന സമയത്ത് സോളോ സിക്കാവയും ഒപ്പം കയറിക്കൊണ്ട് കോഡി റോഡ്സിനെ അവിടെ നിന്നും റിങ്ങിലേക്കെല്ലാം എടുത്തടിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ കോഡി റോഡ്സ് സ്റ്റീൽ കേജിന്റെ മുകളിൽ നിന്നും ഒരു ക്രോസ് ബോർഡ് ചെയ്തുകൊണ്ട് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാണിച്ചു. അപ്പോൾ അതെല്ലാം അടിപൊളിയായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ഡോറ് തുറന്ന് എസ്കേപ്പ് ആകാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല കോഡി റോഡ്സിന്. പിന്നീട് വീണ്ടും ഇവർ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കോഡി റോഡ്സിന് സമോൺ സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും സോളോ സിക്കാവ. എന്നാൽ കോഡി റോഡ്സ് അത് റിവേഴ്സ് ചെയ്ത് മറ്റൊരു ക്രോസ് റോഡ്സ് ഫിനിഷർ കൊടുത്തുകൊണ്ട് ക്ലീൻ ആയിട്ട് ഈ മാച്ചിൽ സോളോ സിക്കാവയെ കോഡി റോഡ്സ് തോൽപ്പിച്ച് സ്റ്റിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായി. അപ്പോൾ ഈ മാച്ച് കണ്ട സമയത്ത് പകുതിക്ക് വെച്ച് ബ്ലഡ് ലൈൻ വരും, അതിനുശേഷം റോമൻ വരും എന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാതെ കോഡി ക്ലീൻ ആയിട്ട് ജയിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് മാച്ച് കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് ലൈൻ ടീമും അവിടെ വന്ന് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് ജേക്കബ് ഫോർട്ട് വന്നുകൊണ്ട് കോഡി റോഡ്സിന്റെ മേലേക്ക് മൂൺസോൾട്ട് എല്ലാം ചെയ്ത് സ്റ്റീൽ കേജിന്റെ മുകളിൽ നിന്നും കോഡി റോഡ്സിന്റെ മേലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ഒറിജിനൽ ട്രൈബൽ ചീഫ് റോമൻ റെയിൻസ് വരുന്നതായിട്ടും വന്നതിന് ശേഷം റോമൻ നേരെ റിങ്ങിൽ കയറിക്കൊണ്ട് ബ്ലഡ് ലൈൻ ടീമിനെ അറ്റാക്ക് ചെയ്യും. ശേഷം സോളോ സിക്കാവയ്ക്ക് സൂപ്പർമാൻ പഞ്ച് കൊടുത്തു. പിന്നീട് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ജേക്കബ് ഫോർട്ട് വന്ന് സേവ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടും ശേഷം ജേക്കബ് ഫോർട്ട് റിങ്ങിൽ കയറി റോമൻ റെയിൻസുമായി ഫൈറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും സോളോ സിക്കാവ അതിനനുവദിക്കാതെ റിങ്ങിന് പുറത്തേക്ക് വലിച്ചു. പിന്നീട് റോമൻ റെയിൻസും കോഡി റോഡ്സും ചേർന്നുകൊണ്ട് ടോങ്ക ലോവ ഇവർക്ക് 2 പേർക്കും ക്രോസ് റോഡ്സും സ്പിയറും കൊടുത്തുകൊണ്ട് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഫസ്റ്റ് ഈ മാച്ചും ഈ സെഗ്മെന്റും അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നീട് നിക്ക് ആൾഡിൻസിന്റെ പല ബാക്ക് സ്റ്റേജ് സെഗ്മെന്റും കാണിച്ചു. അതായത് റോമൻ റെയിൻസിന് ടാഗ് ടീം മാച്ചിന് വേണ്ടിയിട്ട് സോളോ സിക്കാവ ജേക്കബ് ഫോർട്ട് ചാലഞ്ച് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് ആ സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. പിന്നീട് മറ്റൊരു സെഗ്മെന്റിൽ ഈ ഒരു മാച്ചെല്ലാം ഒഫീഷ്യലാക്കുന്നത് പോലെ കോഡി റോഡ്സിനോടെല്ലാം സൈൻ ചെയ്യാൻ പറയുമ്പോൾ കോഡി റോഡ്സ് ആ മാച്ചിന് വലിയ താല്പര്യമൊന്നും കാണിക്കാതെ ബ്ലഡ് ലൈനുമായിട്ടുള്ള പ്രശ്നം റോമൻ റെയിൻസ് തീർക്കും. ഈ ഒരു ടൈപ്പിലെല്ലാം സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അതായത് ആ മാച്ചിൽ താൻ വരില്ല എന്ന് പറഞ്ഞ്. അതിനുശേഷം മിച്ചിൻ വേഴ്സസ് പൈപ്പർ നിവിൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ പൈപ്പർ നിവിനെ തോൽപ്പിച്ചുകൊണ്ട് മിച്ചിനാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതുപോലെ തന്നെ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ചെൽസി ഗ്രീനെ കെൻറ്റോസ്റ്റിക്കെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു മിച്ചിൻ. അപ്പോൾ അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മാച്ച് കഴിഞ്ഞതിന് ശേഷം ട്രഷ് ക്യാൻ കൊണ്ടുവന്ന് അതിന്റെ മുകളിലേക്ക് ചെൽസി ഗ്രീൻ മിച്ചിനെ ഫിനിഷർ അടിച്ച് പോയിരുന്നു. അതിനുശേഷം ടാഗ് ടീം മാച്ച് ആസ്റ്റിൻ തിയറി ആൻഡ് ഗ്രീസൺ വാലർ ഫോഴ്സസ് കെവിൻ ഓവൻസും മിസ്റ്ററി പാർട്ട്ണറും. അപ്പോൾ മിസ്റ്ററി പാർട്ട്ണർ ആരായിരിക്കും എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ ഒരു നോർമൽ റെസ്ലറെ കൊണ്ടുവന്ന് കെവിൻ ഓവൻസ് ഫണ്ണായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. അവസാനം അവിടെയുള്ള ഒരാൾ പറയുന്നുണ്ട് ശരിക്കത്തെ പാർട്ട്ണർ വന്നിട്ടുണ്ട് എന്ന്. അടുത്ത സെക്കൻഡിൽ തന്നെ കെവിൻ ഓവൻസ് കൊണ്ടുവന്ന ആ ഒരു പാർട്ട്ണറിന് സ്റ്റണ്ണർ ഫിനിഷർ കൊടുക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നീട് അവിടെ റാൻഡി ഓട്ടനാണ് വന്നത്. അപ്പോൾ ജോൺ സീന അല്ലെങ്കിൽ റോക്ക് ഈ ഒരു സീസൺ പ്രീമിയറിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റൂമറെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് കെവിൻ ഓവൻസിനെ റാൻഡി ഓട്ടന്റെ സ്റ്റൈലിൽ ആസ്റ്റിൻ തിയറി ടീം എടുത്തടിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു കമന്ററി ടേബിളിന്റെ മുകളിൽ. അതിന് പകരം റാൻഡി ഓട്ടൻ മാച്ചിന്റെ പകുതിക്ക് വെച്ച് അതേ കമന്ററി ടേബിളിന്റെ മുകളിൽ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ 2 പേരും ഒരേ സമയം സെക്കൻഡ് റോപ്പ് ഉപയോഗിച്ച് DDT എല്ലാം ചെയ്തുകൊണ്ട് കെവിൻ ഓവൻസും റാൻഡി ഓർട്ടനും ഒരേ സ്റ്റൈലിൽ ഫിനിഷർ ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിട്ടും അവസാനം റാൻഡി ഓർട്ടൻ RKO ചെയ്തു. അതേപോലെ തന്നെ കെവിൻ ഓവൻസ് സ്റ്റണ്ണറും ചെയ്തു ആസ്റ്റിൻ തിയറിയെ. പിന്നീട് റാൻഡി ഓട്ടൻ ഗ്രേസൺ വാലറെ പിൻ ചെയ്ത് ഈ മാച്ചിൽ റാൻഡി ഓട്ടൻ ആൻഡ് കെവിൻ ഓവൻസ് ഇവരാണ് വിൻ ചെയ്തത്. പിന്നെ ഇന്നത്തെ സ്മാക്ഡൗൺ സീസൺ പ്രീമിയറിൽ നിറയെ റെസ്ലേഴ്സും ലെജൻഡ് റെസ്ലേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അതായത് വേൾഡ് ചാമ്പ്യൻ ഗന്ധർ, മുൻ വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ്, ഷെയ്മസ്, ബോബി റോഡ്, RVD ഇതുപോലെയുള്ള റെസ്ലേഴ്സ് എല്ലാം. അപ്പോൾ എല്ലാവരുടെയും പേര് എടുത്ത് പറയാൻ സാധിക്കില്ല, ടൈം പോകും.
പിന്നീട് വുമൻസ് ചാമ്പ്യൻ നയ ജാക്സ്, ബെയ്ലി ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ബെയ്ലി വന്നുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിച്ച് ബെയ്ലിയുടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ റീമാച്ച് വേണം എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേസമയം ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നയോമി വന്നുകൊണ്ട് തനിക്കും ചാമ്പ്യൻഷിപ്പ് മാച്ച് എല്ലാം കിട്ടിയിട്ട് കുറെ നാളായിട്ടുണ്ട് എന്നും തനിക്കും ചാമ്പ്യൻഷിപ്പ് മാച്ച് വേണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് ഞാൻ ചാമ്പ്യൻഷിപ്പ് മാച്ച് തരിക? നമ്മൾക്കൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് വീക്ക് ഒരു ടാഗ് ടീം മാച്ച് വയ്ക്കാം. ആ മാച്ചിൽ ആരാണ് ജയിക്കുക അവർക്ക് ബാഡ് ബ്ലഡിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് തരാമെന്നും ആര് തോറ്റാലും അവർ സ്മാക്ക് ഡൗൺ വിട്ടു പോകണം, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. അതിനുശേഷം അൻഡ്രാഡെ വേഴ്സസ് കാർമെലോ ഹെയ്സ് ഇവർക്ക് തമ്മിലുള്ള ഫൈനൽ മാച്ച്. ഈ മാച്ചിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിൽ ജയിക്കുന്നവർക്ക് US ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടും. പിന്നെ ഒരു സ്മാക്ക് ഡൗണിന്റെ റിവ്യൂ പറഞ്ഞ സമയത്ത് അൻഡ്രാഡെ 3 മാച്ച് ജയിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവരുടെ മാച്ച് വേറെ ലെവൽ മാച്ച് തന്നെയായിരുന്നു. മാച്ച് നമ്മൾ എപ്പോഴും കണ്ടതുകൊണ്ട് അധികം പറയുന്നില്ല. മാച്ചിന്റെ അവസാനത്തിൽ റോപ്പിന്റെ മുകളിൽ നിന്നും ദി മെസ്സേജ് ഫിനിഷർ യൂസ് ചെയ്ത് അൻഡ്രാഡെ ഈ ഒരു മാച്ച് വിൻ ചെയ്തു. വിൻ ചെയ്തതിന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ LA നൈറ്റ് അവിടെ വന്നുകൊണ്ട് അൻഡ്രാഡേനെ അഭിനന്ദിക്കുന്നതായിട്ടും അൻഡ്രാഡയുമായി നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ അൻഡ്രാഡേനെ തോൽപ്പിച്ചുകൊണ്ട് താൻ തന്നെ സ്റ്റിൽ ചാമ്പ്യനായി പോകും എന്ന ലെവലിലാണ് LA നൈറ്റ് ഈ സെഗ്മെന്റിന്റെ അവസാനം വന്ന് പറഞ്ഞു. പിന്നീട് നിക്ക് ആൽഡിൻസ് ഒരു സെഗ്മെന്റിൽ പറഞ്ഞിരുന്നു റോമൻ റെയിൻസ് ഇന്ന് മെയിൻ ഇവന്റിൽ വന്ന് സംസാരിക്കുന്നുണ്ട് എന്ന്. അതിനുശേഷം അതാണ് സംഭവിച്ചത്. അതായത് മെയിൻ ഇവന്റ് ആയിട്ട് റോമൻ റെയിൻസിന്റെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ നിക്ക് ആൽഡിൻസ് കോൺട്രാക്റ്റും കൈപിടിച്ച് റിങ്ങിലുണ്ടായിരുന്നു. പിന്നീട് ഒറിജിനൽ ട്രൈബൽ ചീഫ് അവിടെ വന്നുകൊണ്ട്, അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനാണ് ഒറിജിനൽ ട്രൈബൽ ചീഫ്, അതുപോലെ തന്നെ WWE എന്റെയാണ് എന്ന ടൈപ്പിലെല്ലാം റോമൻ റെയിൻസ് പ്രോമോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് വന്നുകൊണ്ട് നീ ട്രൈബൽ ചീഫാണ്, അതെല്ലാം ഞാൻ സമ്മതിച്ചു, പക്ഷെ ഇപ്പോൾ WWE എന്റെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്കിടയിൽ ഒരു സ്പാർക്ക് പോലെ കാണിച്ചു. എങ്കിലും അവസാനം സോളോ സിക്കാവ, ജേക്കബ് ഫാട്ടോ എല്ലാം അവിടെ വരും. വന്നതിന് ശേഷം ഇവർ റിങ്ങിലേക്ക് നടക്കുമ്പോൾ പിറകിൽ നിന്നും ടോങ്ക ലവ കോഡിയെയും റോമൻ റെയിൻസിനെയും അറ്റാക്ക് ചെയ്തു. ശേഷം കോഡി റോമൻ റെയിൻസ് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് അവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തു. കോഡി റോഡ്സ് ടോങ്കയ്ക്ക് ക്രോസ് റോഡ്സ് കൊടുത്തു. റോമൻ റെയിൻസ് ടോങ്കോ ലോവയ്ക്ക് സ്പിയറും കൊടുത്ത് ഈ സെഗ്മെന്റിൽ റോമൻ റെയിൻസ് ആ ഒരു കോൺട്രാക്റ്റ് എല്ലാം എടുത്ത് സൈൻ ചെയ്തു. സൈൻ ചെയ്തതിന് ശേഷം കോഡി റോഡ്സും കൈ നീട്ടിക്കൊണ്ട് ആ ഒരു കോൺട്രാക്റ്റ് എല്ലാം വാങ്ങിച്ച് റോമൻ റെയിൻസിന്റെ ടാഗ് ടീം പാർട്ട്ണറായിട്ട് കോഡി റോഡ്സും ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു. ഇതോടുകൂടി സ്മാക്ക് ഡൗൺ സീസൺ പ്രീമിയർ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ക് ഡൗൺ സീസൺ പ്രീമിയറിൽ നടന്നിട്ടുള്ളത്. മൊത്തത്തിൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. ഓപ്പണിംഗ് മാച്ചും എൻഡിങ് സെഗ്മെന്റ് എല്ലാം വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ 1-2 സർപ്രൈസ് റിട്ടേൺസ് ഒക്കെ പ്രതീക്ഷിച്ചെങ്കിലും സംഭവിച്ചില്ല. എന്തായാലും നല്ല ഷോ ആയിട്ടാണ് ഇന്നത്തെ സ്മാക്ക് ഡൗൺ മുന്നോട്ട് പോയിട്ടുള്ളത് USA നെറ്റ്വർക്കിന്റെ. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.